ചൈന പാകിസ്ഥാൻ ഭീഷണി നേരിടുന്നതിൻ്റെ ഭാഗമായി സൈനിക ചർച്ചകൾക്കായി ഇന്ത്യൻ കരസേനാ മേധാവി അമേരിക്കൻ സൈനിക ആസ്ഥാനത്തെത്തി എന്ന വാർത്ത വരുമ്പോൾ പി ജെയിംസ് വീണ്ടും ചേരുന്നു. വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പി ജെയിംസ്, എന്താണ് ഇതിന്റെ പ്രാധാന്യം? പറയൂ. SKN, പ്രത്യേകിച്ച് പാകിസ്ഥാനും ചൈനയും ഇന്ത്യയുടെ അതിർത്തികളിൽ വലിയ സംഘർഷം സൃഷ്ടിക്കുന്ന സമയത്ത് ഇന്ത്യയുടെ കരസേനാ മേധാവി മനോജ് പാണ്ഡെ അമേരിക്കയുടെ ആസ്ഥാനത്തെത്തിയിരിക്കുന്നു. പെൻറ്റഗണിൽ അതുപോലെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങളിൽ അദ്ദേഹം സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള സൈനിക ചർച്ചകൾ അമേരിക്കയുമായിട്ട് ഇന്ത്യ നടത്താൻ പോകുന്നതിൻ്റെ സൂചനയാണ് കരസേനാ മേധാവി തന്നെ നേരിട്ട് അമേരിക്കയിൽ എത്തിയിരിക്കുന്നത്. അതിനൊരു പ്രത്യേക കാരണം കൂടിയുണ്ട്. SKN, അടുത്ത കാലത്തായി ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം അതീവ അടുത്തതായിരിക്കുന്നത് മാത്രമല്ല, കഴിഞ്ഞ മണിക്കൂറുകളിലാണ് പാകിസ്ഥാൻ അവരുടെ അന്തർവാഹിനി, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അന്തർവാഹിനിയുടെ കീലിടൽ കർമ്മം, അത് തുടക്കമിടുന്നതിൻ്റെ കർമ്മം കറാച്ചിയിൽ ആരംഭിച്ചത് ചൈനയുടെ സഹകരണത്തോടെയാണ്. അപ്പോൾ 4 അന്തർവാഹിനികൾ നിർമ്മിക്കുന്നത് പാകിസ്ഥാനിലും 4 ചൈനയിലുമാണ് നിർമ്മിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി ഈ അമേരിക്കയുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം കാണേണ്ടി വരും. SKN ഒരുപക്ഷെ ഓർക്കുന്നുണ്ടാവും, 1971 ഡിസംബർ 3 ഇന്ത്യ ബംഗ്ലാദേശ് മോചിപ്പിക്കാൻ പാകിസ്ഥാനെതിരെ ഐതിഹാസികമായ യുദ്ധം തുടങ്ങിയപ്പോൾ 4-ാം തീയതി കറാച്ചിയിലെത്തിയ അന്തർവാഹിനികൾ, ഇന്ത്യയുടെ അന്തർവാഹിനികൾ കറാച്ചിയെ ബോംബിട്ട് നശിപ്പിച്ചതാണ്. ആ കറാച്ചി തുറമുഖത്താണ് അവരിത് ആരംഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ പാകിസ്ഥാൻ വാർ എന്നുള്ളത് എല്ലാ കാലത്തും ഒരു ഇതായിട്ടുള്ളതാണ്. അവിടെ വലിയ രാഷ്ട്രീയ അസ്ഥിരതയുണ്ട്. ഇപ്പോഴും തീരുമാനമായെങ്കിലും അത് നടപ്പിലായിട്ടില്ല. ഷഹബാസ് ഷെരീഫ് അവിടെ പ്രധാനമന്ത്രിയായി വരുന്നു. അതുപോലെ തന്നെ PPPയുടെ ബേനസീർ ഭൂട്ടോയുടെ ഭർത്താവ് അസിഫ് സർദാരി പ്രസിഡൻ്റായിരിക്കുമെന്ന് പറയുന്നു. എന്തായാലും ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയ ഇമ്രാൻഖാൻ ജയിലിലാണ്. സിംഹം ഗർജിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നു. പാകിസ്ഥാനിൽ സാമ്പത്തിക പ്രതിസന്ധി അതീവ രൂക്ഷമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ വളരെ ഗൗരവത്തോടെയാണ് പാകിസ്ഥാനിലെ സംഭവവാസങ്ങൾ കാണുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കൂടി കാണണം റഷ്യയുമായിട്ട് ആയുധ കച്ചവടം ഏറ്റവും ശക്തമായിട്ടുള്ള ഇന്ത്യ അമേരിക്കയുമായി കൂടുതൽ അടുക്കുന്നു. അത്യാധുനികമായിട്ടുള്ള ഡ്രോണുകളും ആയുധങ്ങളും ഇന്ത്യക്ക് നൽകാൻ കഴിഞ്ഞ നാളുകളിൽ തീരുമാനിക്കുകയും ഇന്ത്യയിലേക്ക് അതിൻ്റെ ഇത് വരികയും ചെയ്തു. അപ്പോൾ ഡ്രോണുകൾ ഇസ്രായേലിൽ നിന്നും അമേരിക്കയിൽ നിന്നുമാണ് ഇന്ത്യ വാങ്ങുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ ആയുധം വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ പാകിസ്ഥാൻ ചൈന സംഘർഷം രൂക്ഷമാവുന്നു എന്ന സാഹചര്യത്തിൽ പിന്നെ മാലദ്വീപിൽ ചൈനയുടെ ചാരക്കപ്പൽ വന്നു. ചുറ്റുമുള്ള പ്രശ്നങ്ങൾ കൂടി കണക്കിലെടുത്ത് വേണം SKN ഇതിനെ കാണാനായിട്ട്. അതിൻ്റെ കൂടെ ഉക്രൈനിൽ ഒരു നഗരം റഷ്യ പിടിച്ചടക്കുമെന്ന് അമേരിക്ക. താങ്ക് യു പി ജെയിംസ്. വിദേശ വാർത്തകളുമായി പി ജെയിംസ് നാളെ ഈ ഷോയിൽ ചേരും.